ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എവറിഡേ മേക്കപ്പ് ലുക്ക് ആയിട്ടാണ്. സ്കൂളിലും കോളേജസിലൊക്കെ പോകുന്ന ഗേൾസിനും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്ന വുമൻസിനൊക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 10 രൂപയുടെ ഫെയറി ലവ്ലിയുടെ ചെറിയൊരു പാക്കറ്റാണ്. ഇത് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോഴ്സിലൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. ഫെയർ ലവ്ലിയുടെ വലിയ ട്യൂബ് അവൈലബിൾ ആണ്. അത് വാങ്ങണമെന്നുള്ളവർക്ക് അതും വാങ്ങാവുന്നതാണ്. ഞാനിവിടെ ചെറിയൊരു ട്യൂബ് എടുത്തുവെന്നേ ഉള്ളൂ. എൻ്റെ സ്കിൻ കെയറിന് ശേഷം ബേസ് ആയിട്ട് ഞാൻ ഈ ഒരു ഫെയർ ലവ്ലി ഫേസിലും നെക്കിലൊക്കെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയറിന് ശേഷം വേണം ഈ ഒരു ഫെയർ ലവ്ലിയുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നല്ല ഒരു എമൗണ്ട് ഈ നെക്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈ യൂസ് ചെയ്ത് തന്നെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ക്രീം തന്നെയാണ് ഈ ഒരു ഫെയർ ലവ്ലി. കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർ വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫെയർനെസ് ക്രീമാണ്. ഈ ഒരു ക്രീം തേക്കുന്നതുകൊണ്ട് നിങ്ങൾ ഫെയർ ആവുമെന്നോ നിങ്ങൾ വെളുത്തിട്ട് പാറുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇതൊരിക്കലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് എഫക്റ്റ് തരത്തില്ല. നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ഇടുമ്പം നല്ലതാണ്. ഈ ഒരു ക്രീം നിങ്ങളുടെ ഫേസിനെ കുറച്ചും കൂടെ ബ്രൈറ്റൻ ആക്കി കാണിക്കും. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ ഫേസ് കുറച്ചും കൂടി ബ്രൈറ്റൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പൗഡർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോമ്പാക്ട് പൗഡറാണ്. ഇതെൻ്റെ ചേച്ചി പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു കോമ്പാക്ട് പൗഡറാണ്, UK നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബ്രാൻഡ് പറയുന്നില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന കോമ്പാക്ട് പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കോമ്പാക്ട് പൗഡർ ഇഷ്ടമല്ലാത്തവർ ടാൽക്കം പൗഡറോ ലൂസ് പൗഡറോ യൂസ് ചെയ്യാവുന്നതാണ്. പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്കളറേഷനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഇത് സഹായിക്കും. നിങ്ങൾക്ക് എൻ്റെ 2 സൈഡ് കണ്ടാലേ മനസ്സിലാവും പൗഡർ യൂസ് ചെയ്ത ഭാഗം കുറച്ചും കൂടി ബ്രൈറ്റൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിവിടെ പൗഡർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടി ബ്ലെൻഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷോ അതല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പാക്റ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന സ്പഞ്ചോ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ നന്നായിട്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഫേസിൽ മാത്രം പൗഡർ ഇട്ട് കൊടുത്താൽ പോരാ, നിങ്ങളുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. എന്നാലേ ഫേസും നെക്കും ഒരേ കളറിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അറ്റത്തുള്ള ഒരു കോമ്പും കൊണ്ട് ഞാൻ എൻ്റെ പിരികം ഒന്ന് ചീവി കൊടുക്കുന്നുണ്ട്, ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 2 പിരികം ഒന്ന് ചെറുതായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ള ഐബ്രോ പെൻസിൽ ഒരു സാധാരണ ഐബ്രോ പെൻസിലാണ്. 10-20 രൂപയ്ക്ക് ഞാൻ ഏതോ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങളുടെ അടുത്തുള്ള ലേഡീസ് സ്റ്റോറിൽ നിന്നും ഇതുപോലുള്ള ഐബ്രോ പെൻസിൽസ് 10-20 രൂപയ്ക്കൊക്കെ കിട്ടും. നിങ്ങൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിഡിൽ പോർഷനിൽ നിന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണം. നിങ്ങൾ ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലുക്കേ കിട്ടുള്ളൂ. മിഡിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഫ്രണ്ട് സൈഡ് ഒരിക്കലും ഒത്തിരി ഡാർക്കൻ ആക്കരുത്. അങ്ങനെയാണെങ്കിൽ കൊച്ചു കുട്ടികൾ പിരിക എഴുതിയാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കുള്ളൂ. ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലുക്കിന് നല്ലൊരു മാറ്റം തന്നെ വരും. നല്ലൊരു ലുക്ക് നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഐഷാഡോയും ബ്ലഷും ആണ് വരുന്നത്. അതിനായിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ഐഷാഡോയും ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്ക് എടുക്കുക. അത് തന്നെ നിങ്ങളുടെ ഐഷാഡോയും ബ്ലഷും ആയിട്ട് ഐസിലും ചീക്സിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 22 ഓൾവേസ് ക്ലാസി എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നന്നായിട്ട് ചീക്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പായിട്ട് ഐലൈനർ ആണ് വരുന്നത്. ഐലൈനർ എഴുതാത്തതായിട്ട് ആരും തന്നെ കാണത്തില്ല. പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്നത് ഡാസ്ലറിൻ്റെ ഐലൈനർ ആണ്. ഇത് പണ്ട് തൊട്ടേ എല്ലാ ഇന്ത്യക്കാരും യൂസ് ചെയ്യുന്ന ഒരു ഐലൈനർ കൂടിയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐലൈനർ ആണ് ഈ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനർ. ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഭാഗത്ത് മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് താഴെ എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് താഴെയും എഴുതി കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ കാജലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാജൽ യൂസ് ചെയ്യാവുന്നതുമാണ്. അടുത്തായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക്ക്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പ്. ഞാനിവിടെ എടുത്തിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഐഷാഡോയ്ക്കും ബ്ലഷിനും യൂസ് ചെയ്ത അതേ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഷെയ്ഡ് നമ്പർ 22 ഓൾവേസ് ക്ലാസി എന്നാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിൻ്റെ നെയിം വന്നിട്ട്. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ്. ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. എന്താണ് അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, മസ്കാര. ഞാൻ എൻ്റെ 2 കണ്ണിലും നല്ലപോലെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ലാഷസ് കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ലപോലെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എവരിഡേക്ക് പറ്റിയിട്ടുള്ളൊരു നല്ല ലുക്കാണിത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.